ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാമ്പർ റൂട്ടീനാണ്. സോ അതായത് നമ്മളെ കല്യാണം ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളെ കല്യാണമാണ്, അതായത് എൻ്റെ കല്യാണമാണ്. സോ നമ്മൾ തല തൊട്ട് കാല് വരെ ഫുള്ളായിട്ടുള്ളൊരു സ്കിൻ കെയറും ഒരു പാമ്പർ റൂട്ടീനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ കാതിൽ കുറേ കമ്മലുണ്ട്. ഞാൻ കുറേ പിയേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കുത്തിയതായിരുന്നു. ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് കുത്തിയതാണ്. അപ്പം നമ്മളിത് ഈ കമ്മലെല്ലാം എല്ലാ ഇതും നമ്മൾ ഊരിയിട്ട് ഈ ഒരു ബോക്സിൽ ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ മാറ്റാണ്. ഇതിൽ ഞാൻ ബോഡി വാഷും വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിനി ഓരോ കമ്മലും ഊരിയിട്ട് അതിലേക്ക് വെക്കാൻ പോവാണ്. സോ ഒരു സൈഡ് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് സൈഡ്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഊരിയിട്ട് അതിലിടണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡേർട്ടും പോവും, അടിപൊളിയാവും. അപ്പം നമ്മൾ മൂക്കുത്തിയിൽ ഈ ഒരു റിങ്ങും കൂടെ കഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണല്ലോ 2 സൈഡിൽ കുത്തുന്നത്. അപ്പം ഞാനങ്ങനെ കുത്തിയതായിരുന്നു. പിന്നെ അത് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതിൽ ഉപ്പ് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു തോർത്ത് വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് 2 സൈഡിലും ഇങ്ങനെ ആക്കുകയാണ്. കാരണം നമുക്കിപ്പം പുതിയതായിട്ട് കുത്തിയതാണെങ്കിലും പഴയതൊക്കെ ആണെങ്കിലും നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് ഉപ്പ് വെള്ളം വെക്കുന്നത് നല്ലതാണ്. അപ്പം എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഹെയറിൻ്റെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ ഒരു ഹെയർ മാസ്ക് പോലെ ചെയ്യാണ്. ആകെ നമുക്കിതിന് ആവശ്യമുള്ളത് ചെറുപയറാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്യാണ്. നമുക്ക് നമ്മളെ ഹെയർ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് ഞാൻ വേറെ ഹെയർ സ്മൂത്തനിങ്ങും വേറെ ഒരു സംഭവം ഒരു പാക്കൊന്നും ഇടുന്നില്ല. ജസ്റ്റ് എനിക്കൊന്ന് ക്ലീൻ ചെയ്ത് നല്ല ക്ലെൻസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഈ ചെറുപയറും വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിനി ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഹെയർ കണ്ടല്ലോ കുറച്ചൊരു മാതിരി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റിന് നടുവെടുത്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഓരോന്നിൻ്റെ ഇങ്ങനെ മുടി ഒന്ന് വേർതിരിച്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ നടുവിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അടുത്ത പോർഷൻ അടുത്ത ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തും. അപ്പം ഞാൻ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു സംഭവമായി ചെറുപയർ വെച്ചിട്ടുള്ള ക്ലെൻസിങ്. നമ്മൾ ഷാമ്പു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമെങ്കിലും നമുക്കിപ്പം ഡെയിലി ബേസിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ഷാമ്പു ഇതൊന്നും ഉപയോഗിക്കാത്ത നല്ലത്. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ് ഹെയറിന്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെറുപയർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്ക്രബ് ചെയ്യാം. ഫേസിന് സ്ക്രബാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ. അപ്പം ഷുഗറും ഓയിലും ചെറുനാരങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഫേസിലോട്ടേക്ക് ഇനി സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല അധികം നേരം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്ന് ജസ്റ്റ് ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടവൽ വെച്ചിട്ട്. അപ്പം നമ്മളെ ഫേസ് കണ്ടില്ലേ, നല്ല അടിപൊളിയായില്ലേ, ഗ്ലോയി ആയിട്ടുണ്ട്. പിന്നെ ഒരു പിമ്പിളുണ്ട്, അതുപോലെ തന്നെ വേറൊരു മാർക്കുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് പോക്കാനുള്ളത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ ഹെയറൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്ന ഗ്യാപ്പിൽ നമുക്കിനി അടുത്ത പരിപാടി ചെയ്യാം. നമ്മൾ ബോഡി സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിന് കോഫി എടുക്കുകയാണ്. നമ്മുടെ ബോഡിക്ക് എത്രത്തോളം എമൗണ്ട് വേണം അത്രയും നോക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബോഡി സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്കിനി അപ്ലൈ ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് നമ്മൾ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നന്നായിട്ടൊരു മസാജ് പോലെ ഒരു സ്ക്രബാണല്ലോ, അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ അതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അതായത് കുറച്ച് മസാജ് കൊടുക്കുക. അപ്പോൾ ആ കൈയിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകും. അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മുട്ടിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ നമ്മൾ കുറച്ചൊരു സർക്കുലർ മോഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു സ്ക്രബ് അവിടെ നല്ല രീതിക്ക് സ്കിന്നിലേക്ക് സെറ്റ് ആവും. അപ്പോൾ നന്നായിട്ട് തന്നെ 2 കൈയിലും നമ്മളിത് അവിടെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കഴുത്തിലേക്കാണ്. കഴുത്തിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാലിലും അതുപോലെ തന്നെ മുട്ടിൻ്റെ ഭാഗം വരെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കൂടുതൽ സൺ എക്സ്പോഷർ വരുന്ന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ലിപ് സ്ക്രബാണ്. അതിന് വേണ്ടിയിട്ട് ഓയിലും അതുപോലെ തന്നെ ഷുഗറും മാത്രമേ എടുക്കുന്നുള്ളൂ. ചെറുനാരങ്ങ എടുക്കുന്നില്ല ലിപ്സിൽ ചെയ്യുമ്പോൾ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് നമ്മളെ ലിപ് സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടു. നമുക്ക് എല്ലാ ഭാഗത്തും നമ്മുടെ ബോഡിയിൽ എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ആവി പിടിക്കണം. പിന്നെ എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു കൂട്ടത്തിൽ, അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഇടയിൽ തീരുമല്ലോ. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് ആവി പിടിക്കുക. അതിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മളിതാ ഫേസ് പാക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവിയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് അത് ഉള്ളിലേക്ക് പോകും, നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ഹോൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിത് ഈ ഒരു ഷുഗറും ഓയിലും കൂടെ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് മൂക്കിൻ്റെ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുകയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സോ അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും, കാരണം നമ്മൾ ആവിയൊക്കെ പിടിച്ചാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫേസ് പാക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ ജസ്റ്റ് ആ ഒരു ഓയിലും ഷുഗറും വെച്ചിട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് എഗെയിൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഫേസിലും കഴുത്തിലും ബാക്കിലും പിന്നെ കാലിലും അതുപോലെ തന്നെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹോൾ ബോഡി കൂടുതൽ ടാനിങ് ഒക്കെ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എഗെയിൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇത് ഉണങ്ങുന്നതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് നഖമൊക്കെ വെട്ടുക, അല്ലെങ്കിൽ നഖത്തിന് എന്ത് ചെയ്യേണ്ട അതൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ നഖം 2 കൈയിലും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി നെയിൽ പോളിഷ് ഉണ്ടല്ലോ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ, അപ്പോൾ അത് നമ്മൾ നെയിൽ പോളിഷൊക്കെ ഒന്ന് പോക്കാം. കാരണം നമ്മൾ ഫുൾ ഹോൾ ബോഡി ഒന്ന് സെറ്റാക്കി എടുക്കാമല്ലോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടി വി അവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉണങ്ങിയിട്ടുണ്ട്, നമ്മൾ ഫേസും ഹാൻഡും ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാനുണ്ടാവില്ല. കുറേയൊക്കെ നമ്മൾ ടാനിങ് പോയിട്ടുണ്ട്. പിന്നെ ഹെയർ ഇതാ നല്ലൊരു ടെക്സ്ചറിലാണുള്ളത്, അത് ഡ്രൈ ആയിട്ടില്ല, അപ്പം നല്ലൊരു സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിനി എന്താ നമ്മൾ സ്കിൻ കെയറിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഫേസിൻ്റെ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഫേസിൻ്റെ അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ ഒക്കെ ഹെയർ റിമൂവൽ വേറെ തന്നെ ഒരു വീഡിയോ വേണേൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെയർ റിമൂവ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിമൂവൽ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം അടുപ്പിച്ച് എന്തായാലും വേറെ ചെയ്യണം എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ചെയ്തു. അപ്പം നമ്മളിത് സ്കിന്നത് അടിപൊളി ഗ്ലോ ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അപ്പം സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റിൽ ലിപ് ബാം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുമ്പ് ലാസ്റ്റ് ഇട്ട വീഡിയോയിലുള്ള ആ ഒരു ടോണർ, അതായത് എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ പിമ്പിൾസൊക്കെ ഇങ്ങനെ കുറഞ്ഞെന്നുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിലുള്ള ആ ഒരു സെയിം സെറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി കുറേ ഇതിൽ വരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഇനിയുണ്ടല്ലോ ഒരാഴ്ച കല്യാണത്തിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കിനി എന്തായാലും ഒരു 4 ദിവസമൊക്കെ മുന്നേയായിട്ട് എന്തായാലും ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലത്തെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അഗെയിൻ നമ്മളിതാ റിമൂവ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങുകയാണ്. കാലിന് വേണ്ടിയിട്ടുള്ള കാല് ജസ്റ്റ് ഒരു സ്പാ പോലെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ചൂടുവെള്ളം നല്ലൊരു വലിയൊരു ബൗളിൽ ചൂടുവെള്ളം ആക്കിയിട്ടുണ്ട്. അത് ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങ ഒറ്റിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാമ്പുവും കൂടെ ഒറ്റിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇതിനിടയിൽ ടി വി കാണാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സീരീസ് കാണാം, എന്തൊക്കെ നമുക്ക് ചെയ്യണമെങ്കിലും അതൊക്കെ നമുക്ക് ഇതിനിടയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് നമ്മളൊരു ടെമ്പറേച്ചർ നമുക്ക് വേണ്ട ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കിനി ഞാനിതിൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ അനിയത്തിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം എന്തൊക്കെയോ സീരീസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ സമയം പോയി. അപ്പോൾ അതാ നമ്മൾ കാലിൻ്റെ എഫക്റ്റ് കാണിച്ചു തന്നല്ലോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഹെഡ് ടു ടോ ചെയ്തിട്ടുള്ള ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ ഒരു കല്യാണത്തിൻ്റെ 1 വീക്ക് മുന്നെയാണ് ഇപ്പോൾ ഇതുള്ളത്. സോ ബാക്കി വരുന്നത് നമുക്ക് ഇനി കല്യാണത്തിൻ്റെ ഫ്യൂ ഡേയ്സിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാം. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പാമ്പർ റൂട്ടീൻ വീഡിയോസൊക്കെ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.